വെൽക്കം ഓൾ. വിദ്യാർത്ഥികളിൽ ജൈവകൃഷിയെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കുവാൻ MG യൂണിവേഴ്സിറ്റി പുതിയതായി തുടങ്ങിയ കമ്പൽസറി കോഴ്സായ മൂക്ക് ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ഭാഗമായി എൻ്റെ വീട്ടിൽ ചെയ്ത കൃഷിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണിത്. എൻ്റെ പേര് ആതിര രമേശൻ. MG യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന NSS ട്രെയിനിങ് കോളേജ് ചങ്ങനാശ്ശേരിയിലെ 1ാം വർഷ B.Ed വിദ്യാർത്ഥിനിയാണ്. ജൈവകൃഷി. അല്പനേരം നമുക്ക് പ്രകൃതിയിലോട്ട് മടങ്ങാം. എന്താണ് ജൈവകൃഷി? ജൈവ കീടനാശിനികൾ, കമ്പോസ്റ്റ്, പച്ചില വളങ്ങൾ, ഇടവിള കൃഷി, യാന്ത്രിക നടീൽ തുടങ്ങിയവയെ ആശ്രയിക്കുന്നതും രാസവളങ്ങളും കൃത്രിമ രാസ കീടനാശിനികളും തീർത്തും ഒഴിവാക്കിയുള്ളതും ചെടി വളർച്ചാ നിയന്ത്രണ വസ്തുക്കൾ, കന്നുകാലി തീറ്റകളിൽ ചേർക്കുന്ന രാസപദാർത്ഥങ്ങൾ, ജൈവമാറ്റം വരുത്തിയ വിത്തുകൾ എന്നീ രീതികൾ ഉപയോഗിക്കാതെയും നടത്തപ്പെടുന്ന കൃഷിരീതിയെയാണ് ജൈവകൃഷി അഥവാ ഓർഗാനിക് ഫാമിംഗ് എന്ന് വിളിക്കുന്നത്. ജൈവകൃഷി ഇന്ന് കാർഷിക മേഖലയിൽ ഒരു അപരിചിത പദമല്ല. പ്രകൃതിയോട് സമസ്വരപ്പെട്ടുകൊണ്ടുള്ള കൃഷി സമ്പ്രദായമാണിത്. പ്രകൃതിയെയോ അതിലെ ആവാസ വ്യവസ്ഥകളെയോ ഒട്ടും തന്നെ അലോസരപ്പെടുത്താതെ നൂതന കൃഷി സങ്കേതങ്ങൾ ഉപയോഗിച്ച് മെച്ചപ്പെട്ട വിളവ് ഉറപ്പുവരുത്തുക എന്നതാണ് ഇത്തരം കൃഷിരീതികളിൽ ചെയ്യുന്നത്. എന്നു തന്നെയല്ല, അതിഹാനികരങ്ങളായ രാസവസ്തുക്കളുടെയും രാസവളങ്ങളുടെയും ഉപയോഗം ഇത്തരം കൃഷിരീതികളിൽ പാടെ വർജിക്കപ്പെട്ടിരിക്കുന്നു. ഒരു പ്രത്യേക പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്തെ ഋതുഭേദങ്ങൾ, മണ്ണിന്റെ സവിശേഷ ഘടന, ആവാസ വ്യവസ്ഥ എന്നിവയെ ഇത്തരം കൃഷിരീതികളിൽ സമന്വയിപ്പിക്കുന്നു. ഇതര കൃഷിരീതികളിൽ നിന്ന് വിഭിന്നമായി കളകളെയും കീടങ്ങളെയും സൗഹൃദ മനോഭാവത്തോടെ വീക്ഷിക്കുന്നു എന്നതും ഇത്തരം കൃഷിരീതിയുടെ പ്രത്യേകതയാണ്. ജൈവകൃഷിയുടെ ലക്ഷ്യങ്ങൾ. ജൈവകൃഷിയുടെ മുഖ്യ ലക്ഷ്യം വിളകൾ, കളകൾ, പലതരം ജന്തുക്കൾ, മൃഗങ്ങൾ, ജലത്തിൽ വസിക്കുന്ന ജന്തുക്കൾ എന്നിവയുടെയെല്ലാം ജൈവമാലിന്യങ്ങൾ അടങ്ങിയ മണ്ണിൽ കൃഷി ചെയ്ത മണ്ണ് എപ്പോഴും ഫലഭൂയിഷ്ഠവും സജീവമായി നിലനിർത്തുന്നു. കൂടാതെ മണ്ണിനെ കൂടുതൽ പോഷക ഗുണമുള്ള, ഗുണം തരുന്ന സൂക്ഷ്മാണുക്കൾ വളരുന്നതിനുള്ള ജൈവവസ്തുക്കൾ മണ്ണിൽ ചേർക്കുന്നു. ഇതുമൂലം മേന്മയേറിയ വിളവെടുപ്പ് നടത്താനും അന്തരീക്ഷ മലിനീകരണം തടയാനും സാധിക്കുന്നു. കൂടാതെ വിഷമയമില്ലാത്ത ആരോഗ്യകരമായ ഭക്ഷണം ഇതിലൂടെ ലഭ്യമാകുന്നു. ജൈവ വിഭവങ്ങളെക്കുറിച്ച് പരിസ്ഥിതിക്ക് കോട്ടം വരാത്ത രീതിയിൽ പ്രാദേശിക കാലാവസ്ഥാ ഭേദങ്ങൾക്ക് അനുസരണമായി ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥായിയായ കൃഷിരീതികളെ ജൈവകൃഷി എന്ന് പറയാം. മണ്ണിൻ്റെയും വിലയുടെയും ഉൽപാദനക്ഷമത ഉയർത്തുകയും നിലനിർത്തുകയും ചെയ്യുന്ന കൃഷിമുറകളാണ് ജൈവകൃഷിയിൽ ഉപയോഗിക്കുന്നത്. ജൈവകൃഷികളെക്കുറിച്ച് പ്രായോഗിക വൈദഗ്ധ്യം നേടിയെടുക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നതാണ് മഹാത്മാഗാന്ധി സർവകലാശാല ഓൺലൈൻ കോഴ്സായ ഈ ജൈവകൃഷി പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തിരഞ്ഞെടുത്ത വിളകൾ. 5 തരം വിളകളാണ് ഞാൻ ജൈവകൃഷിക്കായി തിരഞ്ഞെടുത്തത്. പച്ചക്കറി വിളകളായ തടപ്പയർ, പച്ചമുളക്, ചീര, സുഗന്ധവിളകളായ ഇഞ്ചി, കിഴങ്ങുവർഗ വിളയായ മരച്ചീനി തുടങ്ങിയ 5 വിളകളാണ് മൂക്ക് ജൈവകൃഷിക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തത്. ഇത്തരത്തിലുള്ള 25 മൂട് ചെടികൾ ഗ്രോ ബാഗുകളിലും മണ്ണിലുമായാണ് നട്ടത്. ചീര, മരച്ചീനി, ഇഞ്ചി എന്നിവ മണ്ണിലും ബാക്കിയുള്ളവ 10 ഗ്രോ ബാഗുകളിലുമായാണ് നട്ടത്. മണ്ണും ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടിക്കലർത്തിയ മിശ്രിതം 10 ഗ്രോ ബാഗുകളിലായി നിറച്ചു. അതിനുശേഷം വെള്ളം തളിച്ച് മണ്ണിനെ ഈർപ്പമുള്ളതാക്കി. അടുത്ത 2 ആഴ്ചയും ഗ്രോ ബാഗുകളിൽ വെള്ളം നനച്ച് അവയെ ഈർപ്പമുള്ളതാക്കി നിലനിർത്തി. 2 വിളകൾ ഒഴിച്ച് ബാക്കിയുള്ളവ മണ്ണിൽ ചെയ്തതിനാൽ ഗ്രോ ബാഗിൽ ചെയ്ത അതേ പ്രക്രിയ ഇവിടെയും പിന്തുടർന്നു. തൈ നടുന്നതിന്റെ ഒരാഴ്ച മുമ്പ് എല്ലുപൊടി വിതറി മണ്ണിനെ കൂടുതൽ ഫലഭൂയിഷ്ഠിതമാക്കി. പ്രധാനമായും ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, അടുക്കള അവശിഷ്ടങ്ങൾ, ചാരം, പച്ചക്കറി അവശിഷ്ടങ്ങൾ, മുട്ടത്തോട്, പച്ചിലവളം എന്നീ ജൈവവളങ്ങളാണ് ജൈവകൃഷിക്കായി ഞാൻ ഉപയോഗിച്ചത്. ജൈവകൃഷിക്കായി മണ്ണൊരുക്കുന്നതിന്റെ ഭാഗമായി ഉപയോഗിച്ച ചാണകം, വേപ്പിൻ പിണ്ണാക്ക് എന്നിവയാണ്. കൂടാതെ ചെടികൾ വളരുന്നതനുസരിച്ച് മണ്ണിന്റെ ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ ചെടികൾക്കിടയിൽ ഇലകളും പുല്ലുകളും ഇട്ട് പുതയിട്ടു. ജൈവ കീടനാശിനികൾ. പച്ചിലവളം, ചാരം, വേപ്പെണ്ണ, ഫിഷ് അമിനോ ആസിഡ് എന്നീ തുടങ്ങിയ ജൈവ കീടനാശിനികളാണ് ഞാൻ ജൈവകൃഷിക്കായി ഉപയോഗിച്ചത്. കൂടാതെ ചാണകവെള്ളവും
ചെടികളുടെ വളർച്ചയ്ക്കായി ഉപയോഗിച്ചു. പല ക്ഷുദ്രജീവികളുടെയും കീടങ്ങളുടെയും ശല്യം നശിപ്പിക്കുന്നതിനായി ചാരം ഉപയോഗിച്ചു. പച്ചില വളം മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ ഉപയോഗിച്ചു. ചെടികളുടെ വളർച്ച മുരടിച്ചു പോവാതിരിക്കാനും ചെടികളുടെ നല്ല വളർച്ചയ്ക്കും വേണ്ടി ഫിഷ് അമിനോ ആസിഡ് ഉപയോഗിച്ചു. ഇലകളെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് വേപ്പെണ്ണ ഉപയോഗിച്ചു. മണ്ണിന്റെ ജലാംശം നിലനിർത്താനായി ചെടികൾക്കിടയിൽ പുല്ല്, ഇലകൾ, വൈക്കോൽ എന്നിവ പുതയിട്ടു. പയർ, ചീര എന്നീ വിളകളിൽ കാണപ്പെടുന്ന ഉറുമ്പ് ശല്യം ഒഴിവാക്കാനായി മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചു. മെയ് ആദ്യ വാരമാണ് ഞാൻ എൻ്റെ കൃഷി ആരംഭിച്ചത്. ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലായാണ് വിളവെടുപ്പ് നടത്തിയത്. ആദ്യമായി പൂവിട്ട ദിവസം ചീര 20/7/2021, പയർ 13/7/2021, പച്ചമുളക് 29/7/2021 ആദ്യമായി പൂവിട്ടു. ആദ്യമായി കായ്ച്ച ദിവസം പയർ 20/7/2021, പച്ചമുളക് 6/8/2021 ആദ്യമായി കായ്ച്ചു. വിളവെടുപ്പ് നടത്തപ്പെട്ട ദിവസങ്ങൾ ചീരയും പയറും 23/8/2021, പച്ചമുളക് 2/9/2021, ഇഞ്ചി 16/9/2021 വിളവെടുപ്പ് നടത്തി. മരച്ചീനി വിളവെടുപ്പിന് പാകമായിട്ടില്ല. വിളവെടുപ്പ് സമയത്തെ എണ്ണം, വിളകൾ, ആകെ തൂക്കം. ചീര, പയർ എന്നിവ 3 കിലോ തൂക്കത്തിലും പച്ചമുളക് 2 കിലോ തൂക്കത്തിലും ലഭ്യമായി. ധനലാഭ വിശകലനം. ഒരു ഗ്രോ ബാഗിന് 25 രൂപ നിരക്കിൽ 10 ഗ്രോ ബാഗിന് മൊത്തം 250 രൂപയായി. വളങ്ങൾക്കെല്ലാം കൂടെ 1550 രൂപയും ചെലവായി. ആകെ മൊത്തം ചെലവായത് 1800 രൂപയാണ്. ഏറ്റവും കൂടുതൽ വിള നൽകിയത് ചീര, പച്ചമുളക്, പയർ എന്നിവ ആയിരുന്നു. വിഷമയമില്ലാത്ത ഒരു മുറം പച്ചക്കറി ഇതിലൂടെ ലഭ്യമായി. ഗ്രോ ബാഗ്, നിലം തയ്യാറാക്കൽ എന്നിവയുടെ ചിത്രങ്ങളാണിവ. ഗ്രോ ബാഗിലും മണ്ണിലുമായി നട്ട തൈകളുടെയും വിത്തുകളുടെയും ചിത്രങ്ങൾ. പൂവിടുന്ന ഘട്ടം. പൂവിടുന്ന ഘട്ടത്തിലെ ചിത്രങ്ങളാണിത്. പയറിൻ്റെയും പച്ചമുളകിൻ്റെയും ചീരയുടെയും ചിത്രങ്ങൾ. കായ്ക്കുന്ന ഘട്ടം. പച്ചമുളകിൻ്റെയും പയറിൻ്റെയും ഇഞ്ചിയുടെയും മരച്ചീനിയുടെയും കായ്ക്കുന്ന ഘട്ടം. ഇത് വിളവെടുപ്പ് നടന്ന ഘട്ടത്തിലെ ചിത്രങ്ങളാണ്. നിഗമനം. ജൈവകൃഷിയിലൂടെ മണ്ണിന്റെ ഗുണമേന്മ വർദ്ധിക്കുകയും മണ്ണിന്റെ സ്വാഭാവികത്വം നിലനിർത്തുകയും ചെയ്തു. ഇതിലൂടെ വിഷരഹിത പച്ചക്കറികൾ ഉൽപ്പാദിക്കാൻ സാധിച്ചു. ജൈവകൃഷിയിലൂടെ കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാനും മണ്ണുമായി കൂടുതൽ അടുത്തിടപെടാനും ഇതിലൂടെ സാധിച്ചു. പോഷക സമൃദ്ധവും ആരോഗ്യകരവും വിഷാംശമില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് നിർമ്മിക്കാൻ ഇതിലൂടെ സാധിച്ചു. രാസവളങ്ങളുടെയും രാസകീടനാശിനികളുടെയും സഹായമില്ലാതെ പ്രകൃതിദത്തമായ ജൈവ രീതിയിലൂടെ വളങ്ങൾ ഉപയോഗിച്ചും കൃഷി ചെയ്യാമെന്ന് ഇതിലൂടെ മനസ്സിലായി. പ്രധാനമായും ജൈവകൃഷിയുടെ പ്രാധാന്യം എന്തെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. താങ്ക് യു.